എന്റെ കയ്യിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ട് പോയവനല്ലേ നീ? എന്റെ പണം എവിടെടാ? അതെനിക്ക് ഇപ്പൊ കിട്ടണം. പ്രിയങ്ക, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ഒന്നും പറയണ്ടടാ. കാശ് എവിടെടാ? നീ എന്താടി എന്നെ കുറിച്ച് കരുതിയത്? നിന്നെ പോലൊരു പീരയുടെ പിറകെ നടന്ന് ജീവിതം കളയുന്നവനാണെന്നും നീ കണ്ട സ്വപ്നങ്ങളെക്കാൾ ഒരു 100 ഇരട്ടി കണ്ടവനാ ഞാൻ. ഇത്രയും കാലം ഒരു അടിമയെ പോലെ നിന്റെ കാല് പിടിച്ച് കാല് നക്കിയൊക്കെ കൂടെ നടന്നതേ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട്, നിന്റെ പണം. അതിന് അവകാശം ചോദിക്കാൻ ഒരുത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് നിനക്ക് പോവാം. നീ ആഗ്രഹിച്ച ജീവിതത്തിലേക്കല്ല, ഞാൻ കൽപ്പിച്ച മരണത്തിലേക്ക്. കൊല്ലട ഇവിടെ. മുത്തശ്ശി, ദേ അവനെ കണ്ടോ? ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് ശരത്ത്. എന്നെ കൊണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യിക്കാന്നും പറഞ്ഞ് എന്റെ കയ്യിലെ പണം മുഴുവനും തട്ടിയെടുത്തവനാ. എന്നാ പിന്നെ അവനോട് അത് ചോദിക്കണമല്ലോ. മുത്തശ്ശി, നമ്മളിപ്പോ പണത്തിന് വേണ്ടി അലഞ്ഞു നടക്കുകയല്ലേ? അതിനുള്ള മാർഗവാ ദൈവം മുന്നിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നേ. എന്റെ പണം അവന്റെ കയ്യിലുള്ളതല്ലേ? പറഞ്ഞേ മര്യാദയ്ക്ക് അവിടെ നിന്നോ? പ്രിയങ്കേ, നിന്നോട് നിൽക്കാനല്ലേ പറഞ്ഞേ? ശരത്തേ, എടാ എടാ എവിടെ? എനിക്കറിയില്ല. ഇവിടെ എവിടെയെങ്കിലും കാണും. നോക്കാമേ, നോക്കാം. ശരത്തേ, ശരത്തേ അവിടെ നിൽക്കാൻ. നിക്കവിടെ. എടാ ചെല്ലുമോളെ, ഓട് ഓടുമോളെ. എവിടെടി? അറിയില്ല. ഇവനിത് എങ്ങോട്ട് പോയി? അങ്ങോട്ട് പോയി നോക്കാം. വാ.
പറ്റുന്നല്ലേ അല്ലേ അവന്റെ കൊടുക്കങ്ങോട്ട് കൊടുക്കവന്. എന്റെ കയ്യിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ട് പോയവനല്ലേ നീ? എന്റെ പണം എവിടെടാ? അതെനിക്ക് ഇപ്പൊ കിട്ടണം. പ്രിയങ്ക, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ഒന്നും പറയണ്ടടാ. കാശ് എവിടെടാ? കാശ് എവിടെടാ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ പ്രിയങ്കയെ ചതിച്ചു എന്ന് പറയുന്ന സത്യ. പക്ഷെ അതിന്റെ തിരിച്ചടി എനിക്ക് കിട്ടി. അന്ന് കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും എന്നെ ചതിച്ചു. അവരെ പണവും കൊണ്ട് മുങ്ങിക്കളഞ്ഞു. കള്ളം പറയരുത്. ഞാൻ പറയുന്ന സത്യ. അതിനുശേഷം ഞാൻ ഒരുപാട് അലഞ്ഞു. ഇപ്പോ ഞാനിവിടെ അടുത്തൊരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പോലും മാർഗമില്ല. നിങ്ങൾ വേണമെങ്കിൽ എന്നെ കൊന്നോ? ശരി, നീ പണം മുഴുവനും ഇപ്പൊ എനിക്ക് തിരിച്ചു തരണ്ട. ഇപ്പൊ എനിക്കൊരു 5 ലക്ഷം രൂപ വേണം, അത്യാവശ്യ. അത് നീ തന്നേ പറ്റൂ. പ്രിയങ്ക, ഒരു 5000 രൂപ പോലും ഇപ്പൊ എന്റെ കയ്യിൽ എടുക്കാനില്ല. ഇവനെ രണ്ടെണ്ണം കൊടുത്താലേ. നിങ്ങൾ എന്നെ തല്ലിയതുകൊണ്ടോ കൊന്നതുകൊണ്ടോ കാര്യമൊന്നുമില്ല. അന്ന് പണം കൊണ്ടുവരെ തേടിയാ ഞാനും നടക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ ചോദിച്ചു നോക്ക്. എന്റെ അടുത്ത് 5 പൈസ പോലും എടുക്കാനില്ല. ഐ എം സോറി പ്രിയങ്ക. നിന്നെ ചോദിച്ചതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. നിങ്ങളെല്ലാവരും വേണമെങ്കിൽ എന്നെ കൊന്നോ? അപ്പൊ നീ എന്റെ കടം എങ്ങനെ വീട്ടും? പറയടാ, പറയടാ. കാശിന് എന്താ ഒരു പരിഹാരം? ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കും. അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെങ്കിലും പഴയ എല്ലാ സിനിമാ കളക്ഷനും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. പ്രിയങ്കയ്ക്ക് വേണമെങ്കിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് വാങ്ങിച്ചു തരാൻ എനിക്ക് പറ്റും. അല്ലാതെ എന്നെ കൊണ്ടൊന്നും ആവില്ല. നിങ്ങൾ വേണമെങ്കിൽ എന്നെ പോലീസിന് പിടിച്ചു കൊടുത്തോ, ജയിലിലാക്കിയോ. അവിടെ 3 നേരം ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ. ഈ കൊള്ളനെ വിശ്വസിക്കാൻ പാടില്ല മോളെ. ശരത്തെ, നീ വിചാരിച്ച എന്നെ നല്ലൊരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റോ? എനിക്ക് പണം കിട്ടണം. അത് ഞാൻ നോക്കാം. നോക്കാവെന്നല്ല, ശരിയാക്കി കൊടുത്തിരിക്കണം. അതെ, നീ തന്നെ മുത്തശ്ശി. നിന്റെ ഫോൺ നമ്പർ ഡയൽ ചെയ്തേ.